അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് സൂറത്തു താഹായിലൂടെ. അല്ലാഹു പറയുന്നു വമൻ അഅറള അൻ ദിക്രി, പടച്ചവനെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് നന്ദികേടിലാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലാഹനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനമായ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പടച്ചവനെ പറ്റിയിട്ടുള്ള ചിന്തയില്ലാതായ, നിന്റെ നാവുകൊണ്ട് ചുണ്ടുകൾ കൊണ്ട് പടച്ചവനെ സ്മരിക്കാതിരുന്ന, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് പടച്ചവനെ ഓർക്കാതെ പ്രവർത്തിക്കാതിരുന്ന, എന്താ നിന്നെ തേടിയെത്തുന്നതെന്നറിയോ? അല്ലാഹു പറയുകയാണ് ഫൈനലഹു മഈസത്തൽ ലങ്കാ, അവന്റെ ജീവിതത്തെ ഇടുക്കമാക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് അവിടെയാണ് ചേർത്ത് വായിക്കുക. അന മഅബ്ദി ഇദാ ഹുവ ദക്കറനി, ഞാൻ എന്റെ അടിമയോടൊപ്പം ഉണ്ടാകും സഹായത്തിന് അവൻ എന്നെ ഓർക്കുമ്പോഴല്ല. ഇവിടെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അല്ലാഹു പറയുകയാണ് എന്നെ ഓർമ്മയില്ലാതെ ജീവിക്കുന്ന മനുഷ്യ, എന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, നിന്നെ ഞാൻ ചെയ്യുന്നത് എന്തെന്നറിയോ? നിന്റെ ജീവിതത്തെ ഞാൻ കുടുസാക്കി കളയുന്നതാ. പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളുമാക്കി നിന്റെ ജീവിതത്തെ അല്ലാഹു തആല ഛന്നഭിന്നമാക്കുന്നതാ. സഹോദരങ്ങളെ, ആ സമയത്ത് എന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പിന്നെ ആരാ നമുക്ക് സഹായത്തിനുള്ളത്? അല്ലാഹു നമ്മുടെ ജീവിതത്തെ കുടുസാക്കി കളഞ്ഞ, ആരരി തന്നാലെന്താ, ആരാട് തന്നാലെന്താ, പയറ് തന്നാലെന്താ? ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവ നമ്മളെ കൈയൊഴിഞ്ഞ, അല്ലാഹു നമ്മളെ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ, പടച്ചതമ്പുരാ നമ്മളെ ജീവിതത്തെ കുടുസാക്കി കളഞ്ഞാൽ ആരും പിന്നെ സഹായിക്കാൻ വരില്ല, ആരും നമ്മളെ സഹായിക്കാൻ വരില്ല. മഹാനായ ഇമാം സുർഖാനി റഹിമഹുള്ള പറയുകയാണ്, ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് കൂടി പറയുകയാ, ജീവിതത്തിൽ നേരം വെളുക്കുമ്പോ പാത്രവും കലവുമായിട്ട് നിങ്ങൾ പണി തുടങ്ങുന്നതാ. രാത്രി 11 മണിയായാലും പണി തീരൂല. ലോക്ക്ഡൌൺ ആയപ്പോൾ അത് കൂടുതലാണ്. മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടപ്പെട്ട നേരം നമ്മൾ കൊടുക്കണം. നമ്മുടെ ഭർത്താവിന്റെ ജോലി തിരക്ക് കാരണം ഏത് സമയത്താണ് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ഏത് സമയത്തും പാത്രങ്ങളോട് മല്ലിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ധം മാറണോ? നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി മാറണോ? നിന്റെ ജോലിയുടെ ഭാരമൊന്ന് കുറയണോ? ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, തൊഴിലാളികളുണ്ടല്ലോ, ജീവിതത്തിൽ വളയം പിടിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഡ്രൈവർമാരുണ്ടല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറണോ? പ്രാരാബ്ധങ്ങൾ മാറണോ? ഇമാം സുർഖാനി റഹിമഹുല്ല നമ്മളോട് പറഞ്ഞു തരികയാണ്, നീ രാത്രി കിടക്കാൻ നേരത്ത് നിന്റെ വിരിപ്പിലേക്ക് ചൊല്ലുമ്പോ നീ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലുവോ, 33 പ്രാവശ്യം അൽഹംദുലില്ലാ ചൊല്ലുവോ, 34 പ്രാവശ്യം നീ അല്ലാഹു അക്ബർ ചൊല്ലി 100 ദിക്റൊന്ന് പൂർത്തിയാക്കി പടച്ചവനെ കിടക്കാൻ നേരത്തെന്ന് ഓർത്താൽ, അല്ലാഹനെ സ്മരിച്ചു കഴിഞ്ഞ സുർഖാനി ഇമാം പറയുകയാണ്, ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുർഖാനി തങ്ങൾ പറയുകയാ, നിന്റെ ജോലിയുടെ ഭാരം കുറയും മോളെ, നിന്റെ ജോലിയുടെ ഭാരം കുറയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ലേ, ആ മഹാനായ പ്രവാചകന്റെ മുമ്പിലേക്ക് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ വന്ന കഥയറിയുമല്ലോ. ഫാത്തിമ വന്ന കഥയറിയുമല്ലോ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ വെള്ളം കോരിയിട്ട് കൈ രണ്ടും പൊട്ടി ഒലിക്കുകയാണ്. ഫാത്തിമയുടെ കുഞ്ഞിളം കരങ്ങൾ പൊട്ടി ഒലിച്ചാൽ പൊന്നാര നബി തങ്ങൾക്ക് സഹിക്കൂല. അതറിയണമെങ്കിൽ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഉപ്പയ്ക്ക് അറിയോ. തന്റെ പൊന്നുമോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ എല്ലാവരുടെ മുന്നിലും പുഞ്ചിരിയോടെ ആളുകളെ സ്വീകരിച്ചിരുത്തി മതിയായ ഭക്ഷണം കൊടുക്കുന്ന പെണ്ണിന്റെ ഉപ്പാന്റെ ചങ്ക പിടയ്ക്കുന്നത് ആരും കാണുന്നില്ല. ഉപ്പാന്റെ ചങ്ക പിടയ്ക്കുന്നത് പുതുപെണ്ണ് കാണുന്നില്ല. ഉപ്പാന്റെ ചങ്ക പിടയ്ക്കുന്നത് പുതുമാരൻ കാണുന്നില്ല. ചങ്ക പിടയ്ക്കുന്നത് വേറെ ആരെ കാണുന്നില്ല. കൈപിടിച്ചിട്ട് തന്റെ പ്രതിസുത വരന് വേണ്ടിയിട്ട് വലിയന്റെ കൈപിടിച്ചിട്ട് നിക്കാഹിന്റെ ഈ ജാബുങ്ക പോലെ പറഞ്ഞു കൊടുക്കുന്ന പള്ളിയുടെ ഇമാമിന് തൊട്ടടുപ്പിരിക്കുന്ന പെണ്ണിന്റെ വാപ്പാനെ ചങ്കിടിപ്പ് കേൾക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവേ, 18 വയസ്സുവരെ ഞാൻ താലോലിച്ച് കായ് വളരുന്നോ, കാല് വളരുന്നോ, തല വളരുന്നോ എന്ന് നോക്കി വളർത്തിയ, നിലത്തു വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പേടിച്ച് ഞാൻ ആർക്കും കൊടുക്കാതെ, കഴുകനും കാക്കയ്ക്കും കൊടുക്കാതെ ഞാൻ ആറ്റുതോട്ട് വളർത്തിക്കൊണ്ടുവന്ന എന്റെ പൊന്നുമോൾ 18 വയസ്സ് പൂർത്തിയായപ്പോൾ, അല്ലെങ്കിൽ 21 വയസ്സ് പൂർത്തിയായപ്പോൾ, ഇന്നലെ പരിചയപ്പെട്ട ഒരാൾക്ക് വേണ്ടി എന്റെ പൊന്നുമോളെ വിട്ടുകൊടുക്കുകയാ. ഇനി
വാപ്പാക്ക് തന്റെ പൊന്നുമോളെ കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാ അവന്റെ അനുവാദമുണ്ടെങ്കിലേ കഴിയൂ. ആ ഒരു അവസ്ഥയിൽ തന്റെ പൊന്നുമോളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്റെ പൊന്നുമോളെ ജീവിതത്തിൽ ഇനി സന്തോഷമാണോ? അവിടെ എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോക്ക് നല്ല സ്നേഹം കിട്ടുമോ? എന്റെ ഭാര്യയാകുന്നവളെ ഉമ്മ കൊടുക്കുന്ന ലാളനയും സ്നേഹവും പരിലാളനയും കിട്ടുമോ? ഈ ഒരു ചിന്തയോടെ നെഞ്ചിടിക്കുന്ന ഉപ്പാന്റെ മനസ്സിന്റെ ആ താളം എന്റെ പ്രിയപ്പെട്ടവരെ അടുത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാൻ കഴിയില്ല. അള്ളാന്റെ ഹബീബ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു അലിയാർ തങ്ങൾക്ക്. ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു തആല അൻഹയെ കൻഹയുടെ കെട്ടിച്ചു കൊടുക്കുമ്പോ ഒരു ദിവസം ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും കൂടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു വരികയാ. കാരണം ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ മദീനത്ത് ആ വീട്ടിലില്ല, എവിടെയോ പോയിരിക്കുകയാണ്. കയറി വന്ന സമയത്താണ് ആയിഷ ബീവി പറഞ്ഞു, നബിയേ നബിയേ ഫാത്തിമ വന്നു, നബിയേ അലിയു വന്നു, നബിയേ അലിയു വന്നു, നബിയേ. എന്താ ആയിഷ അവര് വന്നത്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് പറയുന്നു, നബിയേ ഫാത്തിമയും അലിയും വന്നത് സങ്കടം ബോധിപ്പിക്കാനാ. പാവമാണ് നബിയേ, ഫാത്തിമയുടെ കയ്യിന് പൊട്ടാൻ ഒരു സ്ഥലമില്ല. ഫാത്തിമ വെള്ളം കോരിയിട്ട്, ഫാത്തിമ ആട്ടുകല്ല് പിടിച്ചിട്ട്, ഫാത്തിമയുടെ വീട്ടിലെ അടുക്കള പണി ചെയ്തിട്ട് രണ്ട് കൈകളും ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നു നബിയേ. അതുകൊണ്ടൊരു സേവകനെ ചോദിച്ചു വന്നതാ, ഒരു സെർവന്റിനെ ചോദിച്ചു വന്നതാണ്, ഒരു ഖദ്ദാമയെ ചോദിച്ചു വന്നതാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ചുവക്കുകയാ. നബി തങ്ങൾക്ക് സങ്കടം വരുമ്പോൾ രണ്ട് പുരികത്തിനിടയിലെ ഞരമ്പ് ഊതി വീർത്തു വരുമെന്നാണ് ആയിഷ ബീവിക്കറിയാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ നെറ്റിത്തടം വല്ലാതെ ഞരമ്പ് ഇങ്ങനെ ഊതി വീർത്ത് നിൽക്കുകയാണ്, തടിച്ചു നിൽക്കുകയാ. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നബി തങ്ങൾ വീട്ടിലേക്ക് വന്നത് രാത്രിയാണ്. ഇനി അലിയാർ തങ്ങൾ പറയട്ടെ ബാക്കി കഥകൾ. അലി തങ്ങൾ പറയുകയാണ്, ഞാനും എന്റെ ഫാത്തിമയും നേരത്തെ കിടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെ കൊച്ചു ചെറ്റക്കൂരയിൽ ഞങ്ങളെ പായ വിരിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ പട്ടുമെത്തയില്ല, അവിടെ ഈട്ടിയുടെ കട്ടിലില്ല, തേക്കിന്റെ പരവതാനിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പായ വിരിച്ചു. ഞാനും എന്റെ ഫാത്തിമയും കൂടി പനയോല വിരിച്ചു. എന്നിട്ട് കിടക്കാൻ വേണ്ടി ഞങ്ങൾ ആ വിരിപ്പിലിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ വന്നാരോ മുട്ടുകയാ. അലിയാർ തങ്ങളാണ് ബാക്കി കഥ പറയുന്നത്. അലിയാർ തങ്ങൾ പറയുന്നു, ഞാൻ കഥക തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ പൊന്നാര നബി തങ്ങൾ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാ. ആയിഷ ബീവിയും മുത്തുനബിയും താമസിക്കുന്നതിന്റെ കുറച്ച് പുറകിലാണ് ഫാത്തിമയുടെ വീട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമയും അലിയും ഇരിക്കുന്നതിന്റെ പായയുടെ മധ്യഭാഗത്ത് വന്നിരുന്നു. എന്നിട്ട് ഫാത്തിമയോടും അലിയോടും പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട അലിയെ, എന്റെ പൊന്നുമോളെ ഫാത്തിമ, നീ സെർവന്റിനെ ചോദിച്ചുകൊണ്ട്, ഒരു സേവകനെ ചോദിച്ചുകൊണ്ട് ആയിഷയുടെ അടുത്ത് വന്നല്ലേ? എന്നാ പൊന്നുമോളെ, അലാ ഉഅല്ലിമുകുമാ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖൈറും മിമ്മാ സഅൽതുമാനി, നിങ്ങൾ എന്നോട് ചോദിച്ചതിനേക്കാൾ കരണീയമായ അഭികാമ്യമായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇദാ ഖദതുമാ മലാജിഅകുമാ, നിങ്ങൾ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പായ വിരിച്ചിട്ട് എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോനെ അലിയെ, നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തുകബ്ബിറാനി അർബഅൻ വസലാസി വതുസബ്ബിഹാനി സലാസൻ വസലാസി വതുഹമ്മിദാനി സലാസൻ വസലാസി, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം നിങ്ങൾ അല്ലാഹു അക്ബർ രണ്ടുപേരും ഒന്ന് പറയുമോ? ഖൈറുൻ ഫഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിമി, ഒരു ഖാദിമിനെ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്കത് അഭികാമ്യമാണ്. റവാഹുൽ ബുഖാരി, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. സങ്കടപ്പെട്ട് പൊന്നുമോളുടെ കൈപൊട്ടി ഒലിക്കുന്ന രംഗം കണ്ടിട്ട് വീട്ടിലേക്ക് വന്ന് വാതിൽ തുറന്നു കൊടുത്ത മരുമകന്റെയും മകളുടെയും വിരിപ്പിന്റെ മധ്യേ ആ ഹബീബായ മുത്തുനബി ഇരുന്നിട്ട് രണ്ടുപേരോടും പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പഠിപ്പിച്ചു തരാം. നിങ്ങൾ രണ്ടുപേരും കിടക്കാൻ നേരത്ത് 33 വീതം ഈ പറഞ്ഞ തസ്ബീഹുകൾ ചൊല്ലി, തഹ്മീദും ചൊല്ലി, നിങ്ങൾ തക്ബീറും ചൊല്ലി 100 പൂർത്തിയാക്കിയാൽ ഒരു ഖാദിമിനെ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ അഭികാമ്യമാണ് എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലാണ് ഇമാം സുറഖാനി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ജോലി ഭാരം കുറയാൻ,
നിങ്ങൾക്ക് പറ്റിയത് കിടക്കാൻ നേരത്തെ ഈ തസ്ബീഹ് ചൊല്ലലാണ്. എത്ര സമയം വേണം? എത്ര സമയം വേണം? പെണ്ണുങ്ങൾക്ക് അതിന് സമയമുണ്ടോ? കാരണം ഇപ്പോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അവരുടെ കയ്യിൽ മൊബൈൽ കിട്ടുന്നത് കുട്ടികൾ ഉറങ്ങിയതിനു ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം കിട്ടാറില്ല. ജീവിതത്തിൽ നിങ്ങളുടെ പ്രാരാബ്ധം ഒഴിഞ്ഞ ദിവസമുണ്ടോ? നിങ്ങൾ നേരം വെളുക്കുമ്പോ അടുക്കളയിൽ കയറുന്നതല്ലേ? പിന്നെ നിങ്ങൾ പാത്രങ്ങളോടുള്ള മല്ലയുദ്ധമല്ലേ നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾക്ക് എപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുക? ഒന്ന് ചിന്തിച്ചു നോക്ക്. അടുക്കളയിൽ നിന്ന് എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്? രാത്രി 10 മണിക്കും 11 മണിക്കും അടുക്കളയിൽ ചെന്നാൽ രാവിലെ മുതൽ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ ആകെ 3 പേരേ ഉള്ളൂ. ആകെ 3 പേരേ ഉള്ളൂ. കെട്ടിയോനും കുട്ടിയോനും കുട്ടിയോളും ഇത്രയേ ഉള്ളൂ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? പണി കൂടുതലാണ്. ഇതൊക്കെ മാറാനുള്ള, ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് തിരിയുന്ന ഒരുത്തി ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് സയ്യിദത്തുന ഫാത്തിമത്തുൽ ബത്തൂൽ. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇത്രയും പ്രോജ്വലത അല്ലാഹു തആല നൽകിയത്. നബി തങ്ങൾ പറഞ്ഞപ്പോ അത് ഉൾക്കൊണ്ടു. ഖാദിമിന് നമ്മളെ മക്കളെങ്ങാനും വന്നിട്ട് കെട്ടിച്ചെടുത്തുന്നിട്ട് പറയാ, ആകെ വിഷമമാണ്, എന്റെ ഭർത്താവിന്റെ തുണി കഴുകണം, ഭർത്താവിന്റെ വാപ്പാന്റെ കഴുകണം, അവന്റെ അനിയന്റെ കഴുകണം, ചേട്ടന്റെ കഴുകണം, ഇതെല്ലാം കഴുകിടുമ്പോ അമ്മായി അമ്മ ഉടുത്തിരിക്കുന്നത് കൊണ്ടിടും, ആകെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോ വാപ്പ പറഞ്ഞു കൊടുക്കാം, മോളെ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാ, മോക്ക് നല്ല ഒരു കാര്യം. നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ 2 വാങ്ങിക്കൊണ്ട് കൊടുക്കും. അതല്ല, നമ്മൾ മകളോട് പറയാണ്, നീ കിടക്കാൻ നേരത്ത് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, നിന്റെ ജോലിയുടെ ഭാരം കുറയും, ഇതൊക്കെ മാറിക്കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മകള് കേൾക്കുവോ? നമുക്ക് പറഞ്ഞ നമ്മുടെ മകള് നല്ലതുപോലെ നമ്മളോട് ഇടപെടുവോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെയാണ് ഉപ്പയും മകളും ആത്മീയ നിർവൃതിയിൽ, ആത്മീയ ലോകത്തെ ഏറ്റവും വെള്ളരിപ്രാവുകളായി നമ്മുടെ മുമ്പിൽ മഹിതമായ മാതൃക മലർക്കെ മാലോകർക്ക് തുറന്നു കൊടുക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃക ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മാതൃകയാണ്. അതുകൊണ്ട് ജോലി ഭാരം കുറയും എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളും വിഷമങ്ങളും ഏത് ഘട്ടത്തിലും അല്ലാഹു തആല നമുക്ക് മാറ്റിത്തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാനസിക വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ദിക്ർ ചൊല്ലിയാൽ ഒരുത്തരും നമ്മളെ തൊടാൻ പോകുന്നില്ല. ഒറ്റ ഒരുത്തരും നമ്മുടെ രോമത്ത് തൊടാൻ പറ്റില്ല. അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ഇദാ ഹുവ ദക്കറനി, എന്നെ എന്റെ അബ്ദ് ഓർത്താൽ അന മഅബ്ദി, ഞാൻ അവനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞത് ഹബീബായ നബി തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. പറഞ്ഞത് അല്ലാഹുവാണ്. വെറുതെ ആവൂല. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ബനൂ ഇസ്രായേലിലേക്ക് അയച്ചു, നിയോഗിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബനൂ ഇസ്രായേലികളിലേക്ക് അല്ലാഹു നിയോഗിക്കുമ്പോൾ അവരോട് ദിക്ർ ചൊല്ലാൻ പറയൂ എന്ന് പ്രത്യേകം അല്ലാഹു തആല യഹ്യാ നബിയോട് പറഞ്ഞിട്ടൊരു ഉദാഹരണം കൂടി അല്ലാഹു യഹ്യാ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവരോട് ചെന്നിട്ട് പറയാൻ ഒരു ഉദാഹരണം. ആ ഉദാഹരണം പറഞ്ഞാൽ ഒരു NRC അല്ല, ഒരു CAA അല്ല, അതൊക്കെ മറന്നുപോയി. മുമ്പ് എല്ലാവരുടെയും വായിൽ വരുന്നത് CAA, NRC എല്ലാം വായിൽ വരുമായിരുന്നു. ഇപ്പൊ ആകെ വരുന്നത് 3 വാക്കാ. ഒന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ്, പിന്നെ മാസ്ക്, പിന്നെ സാനിറ്റൈസ്. ഇത് 3 ഇപ്പൊ വായിൽ. ഓരോ കാലത്ത് ഓരോന്ന് നമ്മുടെ വായിൽ വരും കുട്ടികൾക്കൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ജീവിതത്തിൽ നമുക്ക് ഏത് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ കോട്ട അല്ലാഹു തആല യഹ്യാ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യഹ്യാ നബിയോട് അല്ലാഹ് പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ ചെല്ല് നബിയെ, ബനൂ ഇസ്രായേലികൾക്ക് എന്നെ ഓർക്കാൻ, എന്നെ ദിക്ർ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടു. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഉദാഹരണം കൂടി അങ്ങ് പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയോ? മസലു ദിക്രി കമസലി ഖൗമിൻ ലഹും ഹിസ്നുൻ വബിഖുർബിഹിം അദുവുൻ ഫദഖലു ഹിസ്നഹും വഅഗ്ലഖൂ ബാബാ. അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ് യഹ്യാ നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കു നബിയെ. എന്താണെന്നറിയോ? ഇവിടെ ഇപ്പോ തേവമ്പാറ എന്നൊരു കൊച്ചു ഗ്രാമം, മനോഹരമായ ഗ്രാമം, മലയോര പ്രദേശത്തിന്റെ എല്ലാ സൗന്ദര്യവും എല്ലാം തികഞ്ഞ ഒരു മനോഹരമായ ഒരു നാട് തേവമ്പാറ എന്ന ഒരു പ്രദേശം. ഇവിടെ ശബ്ദ കോലാഹലങ്ങളില്ല. ഇവിടെ ഭീകരമായ ശബ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളുടെ ചീറിപ്പാഞ്ഞു പോകുന്ന ശബ്ദങ്ങളോ ഒന്നുമില്ലാത്ത ശാന്തമായ ഒരു പ്രദേശം തേവമ്പാറ. ഈ തേവമ്പാറയിൽ താമസിക്കുന്ന ഈ ജനത, തേവമ്പാറ മഹലിൽപ്പെട്ട എല്ലാവരെയും ഒരു ഉദാഹരണം പറയാം. മസലു ദിക്രി കമസൽ ഖൗം. ഈ തേവമ്പാറയിലെ ഒരു ജനതയെ പോലെയാണ് അല്ലാഹുവിനെ ദിക്ർ ചെല്ലുന്നതിന്റെ ഉപമ. എങ്ങനെ? ലഹും ഹിസ്നുൻ. ഇവിടെ ഒരു വലിയ കോട്ട ഉണ്ടെന്നിരിക്കട്ടെ.
കോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ പരിചയമുള്ള കോട്ട എന്ന് പറയുന്നത് കിഴക്കേ കോട്ടയാണ്. പിന്നെ ഇപ്പൊ കുറെ നാൾ കൊണ്ട് പടിഞ്ഞാറേ കോട്ടയും കൂടെ തിരിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കോട്ട അല്ലാഹു തആല ഉദാഹരണമായി പറഞ്ഞെന്താണെന്നറിയോ? പണ്ട് രാജാക്കന്മാർക്ക് ശത്രുക്കൾ വരുമ്പോ അവരെ ദൂരെ നിന്ന് വരുമ്പോ തന്നെ കാണാൻ പറ്റുന്ന നിലയിൽ ഉയരത്തിൽ കെട്ടിവെക്കുന്ന ഒരു വലിയ സംവിധാനമാണ് കോട്ട. അകത്ത് നിൽക്കുന്നവർക്ക് ഒരു ചെറിയ വിടവിലൂടെ പുറത്തു നിന്ന് വരുന്ന ശത്രുക്കളെ കാണാൻ പറ്റുന്നു. എന്നാൽ പുറത്തു നിൽക്കുന്ന ഒരാൾക്കും അകത്ത് നിൽക്കുന്ന ആരെയും കാണാൻ പറ്റില്ല. അമ്പെയ്യാനും വെടിവെക്കാനും എല്ലാ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും ഈ കോട്ടയ്ക്കുള്ളിൽ നിൽക്കുന്നവർക്ക് കഴിയുന്നു. പക്ഷെ പുറത്തു നിൽക്കുന്ന ആർക്കൊരു ചരൽ കല്ല് പോലും എടുത്തെറിയാൻ പറ്റില്ല. പടുകൂറ്റൻ കോട്ട. ഇങ്ങനെയുള്ള കോട്ടകൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട്. ഫുജൈറയിൽ ഒരു പള്ളിയോട് ചേർന്നൊരു പഴയ പള്ളിയുണ്ട്. ഫുജൈറയിൽ അവിടെ ആ പള്ളിയുടെ കുറച്ചു മുകളിലായ ഒരു മനോഹരമായ കോട്ടയുണ്ട്. 1-2 കോട്ടകളുണ്ട്. ഞാൻ ആ കോട്ടയിൽ കയറി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചുപോയി. പരിശുദ്ധമായ ഹറമുകളിൽ ഇതേപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ആ പള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്കി പത്രം ഒന്ന് അവശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ വികസനത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായ സൗദി ഗവൺമെന്റ് മനോഹരമായി സൗദി ആ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും ഏറ്റവും വലിയ പുരോഗമനത്തിൽ കൊണ്ടെത്തിക്കുന്നു. അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ. പക്ഷേ ഏതെങ്കിലും നമ്മുടെ ഹബീബ് ജനിച്ച വീട് അതെങ്കിലും ഒന്ന് ഒരു ചുറ്റിക്കെട്ടിന്റെ ഉള്ളിൽ, പലപ്പോഴും സുലൈമാൻ ഉസ്താദ് ഉംറയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ അവിടെ വെച്ച് കാണുമ്പോഴും അല്ലാതെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ്? നബി തങ്ങൾ ജനിച്ച വീടുണ്ടല്ലോ, അത് പൊളിച്ചു കളയാതെ അത് അങ്ങനെ തന്നെ വെച്ചിരുന്നെങ്കിൽ നമുക്ക് കാണാൻ എത്ര മനോഹരമാണ്. ഇപ്പൊ മമ്പുറത്ത് സിയാറത്തിന് പോയി. മമ്പുറം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മമ്പുറത്ത് കയറി. ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ എനിക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പ്രസംഗത്തിന് അതിന്റെ സമീപത്ത് പോകുമ്പോഴും അല്ലാതെയും ഒക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറി. അപ്പോ ഏറ്റവും ഒടുവിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ബഹുമാനപ്പെട്ട നമ്മളോട് ഏറ്റവും അടുത്ത ഒരു സയ്യിദ്, നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരു സയ്യിദ് എന്നോട് പറഞ്ഞു, ദാ ഇവിടെ മമ്പുറം തങ്ങൾ താമസിച്ച വീടുണ്ട്. മമ്പുറം തങ്ങൾ വഫാത്തായിട്ട് ഒരുപാട് സഹസ്രാബ്ദങ്ങളൊന്നും ആയില്ലല്ലോ, നൂറ്റാണ്ടുകളൊന്നും ആയില്ലല്ലോ. ആ വീടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോ മൂപ്പര് ഒന്നുമെടുത്ത സ്ഥലം, മൂപ്പർ താമസിച്ചിരുന്ന സ്ഥലം അതൊക്കെ അതേപോലെ പഴമയിൽ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പഴയ ലോകം ഓർമ്മ വരികയാണ്. അങ്ങനെ നമ്മുടെ മുത്ത് നടന്ന വഴികൾ, അല്ലെങ്കിൽ നമ്മുടെ ഹബീബ് ഇരുന്ന ഭാഗം, നമ്മുടെ ഹബീബ് ജീവിതത്തിൽ ഒന്ന് ചരിഞ്ഞു കിടന്ന ഭാഗം, അതെങ്കിലും ഒന്ന് പഴമ നിലനിർത്തി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതെങ്കിലും കണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു, നിർവൃതി അടയാൻ കഴിയുമായിരുന്നു. ഇപ്പോ എല്ലാം വികസനമായി. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നെങ്കിൽ ഇപ്പൊ തന്നെ പോയി ഉംറ ചെയ്യണം. ഇപ്പൊ അതും പൂട്ടി. ഉംറ ചെയ്താലുള്ള ഗുണം എന്താ? ഇവിടെ ഇപ്പൊ സഫ മർവ എന്ന് പറഞ്ഞിട്ട് പർവ്വതങ്ങൾ വെച്ചിട്ടുണ്ട്, പാറക്കല്ലുകൾ വെച്ചിട്ടുണ്ട്. പർവ്വതത്തിന്റെ ഒരു ഭാഗമാണത്. നല്ല ഉയരത്തിലുണ്ടായിരുന്ന പർവ്വതം അതിന്റെ വികസനത്തിൽ ഇടിച്ചിടിച്ചിടിച്ച് ഇപ്പൊ അതിന്റെ 3 ഭാഗം മാത്രം വെച്ചിട്ടുണ്ട്. എല്ലാം വികസനം വരുമ്പോ എല്ലാം നഷ്ടപ്പെട്ട്, പഴമ മുഴുവനും നഷ്ടപ്പെട്ട് പുതുമയിലേക്ക് വരുമ്പോ ഇപ്പോ അറിയാൻ കഴിയുന്നു എസ്കലേറ്റർ പോലെ ഉണ്ടായി സഫ മർവയുടെ ഇടയിൽ. ഇനി വരാൻ പോകുന്ന സംവിധാനം അതാണ്. അതേ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. സഫയിൽ നിന്നിട്ട് കയറി നിന്നു കൊടുക്കാം, മറവേ ചെന്നങ്ങിറങ്ങും. മറവേ പോയി തിരിഞ്ഞും കയറി കൊടുക്കുക, സഫയിൽ വന്നിറങ്ങും. എന്ത് ത്യാഗം! സഈ എന്ന് പറഞ്ഞാൽ തന്നെ പരിശ്രമമാണ്. ഒരു പരിശ്രമവും ഇല്ല, നല്ല വിശ്രമമാണ്. നല്ല AC അല്ല, കയറി ഇങ്ങോട്ട് നിന്നു കൊടുത്താൽ മതി, കയ്യും ഇങ്ങനെ കെട്ടിയിട്ട്. 100 റിയാൽ കൊടുത്താൽ അവിടുത്തെ അറബികൾ നമ്മളെ വീൽ ചെയറില് കുതിരയേക്കാൾ വേഗത്തിൽ കൊണ്ടുപോകും. അതൊന്നും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇങ്ങനെ പോയാൽ പടച്ച തമ്പുരാനെ ചിന്തിക്കുമ്പോ അന്തം കിട്ടുന്നില്ല. 10-20 വർഷം കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ അങ്ങ് തന്നെ പോവേണ്ടി വരില്ല. അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് വേണ്ടി അവരങ്ങ് ഹജ്ജ് ചെയ്തോളും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് കഴിവുള്ളവര് ഈ ഹറമുകൾ തുറക്കപ്പെടുന്ന ഘട്ടം വന്നാൽ ഉടനെ ഹജ്ജ് ചെയ്തേക്കണം, ഉംറ ചെയ്തേക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. 1 സെന്റ് കൊടുത്താലും 2-3 ഉംറ ചെയ്യാം. ബാക്കി പൈസ കൊണ്ട് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും കച്ചവടം തുടങ്ങാം. അത്രയും
പറയും ഇപ്പോ വസ്തുക്കൾക്ക് വിലയുണ്ട്, എന്നാലും നമ്മൾ പറയുന്നത് എന്താ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ഹജ്ജിന് പോകാൻ പൈസ ഇല്ല, മോളെ കെട്ടിക്കട്ടെ, മോക്ക് എത്ര വയസ്സെന്ന് ചോദിച്ചാൽ പറയും ഇപ്പൊ LKG പഠിക്കുന്നതെന്ന് പറയും. അതിനി എന്നാ കെട്ടിക്കുന്നത്? നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും മാത്രമാണ് അലസതയും ഗഫലത്തും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കോട്ട, ആ കോട്ടയുടെ ഉള്ളിൽ കയറി നിൽക്കുന്ന ഈ തേവമ്പാറയിലെ ജനങ്ങൾ ഒരിക്കലും പുറത്തു നിന്ന് ആക്രമിക്കാൻ വരുന്ന ഒരു ജനതയും അവരെ പേടിക്കേണ്ടി വരില്ല. ഈ വരുന്ന വഴിയിൽ ശത്രുക്കൾ എത്തി നിൽക്കുകയാണ്. നിങ്ങളോ ഈ പള്ളി ഒരു കോട്ടയായി സങ്കല്പിക്കുക. ഈ തേവമ്പാറ മഹലിലെ മുഴുവൻ ആളുകളും പള്ളിയിൽ കയറി നിൽക്കുകയാ. പുറത്ത് നിൽക്കുന്നവർക്ക് അകം കാണാൻ പറ്റില്ല, അകത്ത് നിൽക്കുന്ന എല്ലാവർക്കും പുറത്തുള്ള ശത്രുക്കളെ കാണാം. പക്ഷെ ഈ ശത്രുക്കൾ അകത്തേക്ക് കയറില്ല, വാതിലുകൾ കൊട്ടിയടച്ചു. നിങ്ങൾ ഇനി ആരെയാ പേടിക്കുക? ആരെയാണ് പേടിക്കുക? ആരെയും പേടിക്കണ്ട. അതാണ് അല്ലാഹു തആല യഹ്യാ നബിയോട് പറഞ്ഞു, ഇതുപോലെയാണ് ദിക്റിന്റെയും അവസ്ഥ. നമ്മൾ അല്ലാഹുവിനെ ഏത് സമയത്തും ഓർത്ത് ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുത്തനെയും നമ്മൾ ഭയപ്പെടണ്ട, ഒരുത്തന്റെ കണ്ണുരുട്ടലിലും നമ്മൾ വരണ്ടു പോണ്ട, ഒരുത്തനും നമ്മുടെ ഈ മണ്ണിൽ നിന്ന് നമ്മളെ ആട്ടി ഓടിക്കാൻ വരില്ല. ഈ ജനിച്ച മണ്ണിൽ നമ്മൾ മരിക്കും, നമ്മൾ ജീവിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ നമ്മൾ പടച്ചോനുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചിരിക്കണം. എന്നെ ഓർത്താൽ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ മാറട്ടെ, ജോലി ഭാരങ്ങൾ കുറയട്ടെ, അല്ലാഹു തആല ജീവിതം തുറസാക്കി തരട്ടെ, ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹു എപ്പോഴും അവനെ ഓർക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ ദിക്ർ ഏതെന്നറിയോ? ഒന്ന്, അല്ലാഹുവിനെ ഓർക്കുക, അവന് വേണ്ടി ദിക്ർ ചൊല്ലുക. ഇനി രണ്ടാമത് അല്ലാഹു ദിക്ർ എന്ന് പറഞ്ഞത് ഏതാണ്? ഈ ദിക്ർ എന്നും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു ഇബാദത്ത് അല്ലാഹു പഠിപ്പിച്ചു. അതാണ് രണ്ടാമത്തെ ദിക്ർ. അതേത് ഇബാദത്താ? അല്ലാഹ് പറയുകയാണ് സൂറത്തു ത്വാഹയിൽ തന്നെ, ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. അല്ലാഹു രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തിയ ദിക്ർ ഏതെന്നറിയോ? ഒന്ന് പടച്ചവനെ വാഴ്ത്തലാണ്, പുകഴ്ത്തലാണെങ്കിൽ രണ്ടാമതായിട്ട് അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടാകും എന്നെ ഓർക്കുമ്പോഴെന്ന് പറഞ്ഞ ദിക്ർ, അത് നമസ്കാരമാണ്. വഅഖിമിസ് സ്വലാത ലിദിക്രി. എന്നെ മറക്കാതെ എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കണേ. സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരം അല്ലാഹനെ ഓർക്കലാണ് നമ്മുടെ നമസ്കാരമെങ്കിൽ ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവന് ലോകത്തൊരുത്തനെയോ പേടിക്കണ്ട, ഒരാളെയും ഭയപ്പെടണ്ട. പ്രിയപ്പെട്ടവരെ, ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് 40 വയസ്സെത്തുമ്പോൾ ചിശ്തിയാ ത്വരീഖത്തിന്റെ ശൈഖായിരുന്നല്ലോ മഹാനായ ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. ചിശ്തിയാ ത്വരീഖത്തിന്റെ ഏറ്റവും പ്രഗൽഭനായ ശൈഖാണ്. സഹോദരങ്ങളെ, ഡൽഹി നിസാമുദ്ദീൻ വലിയിന്റെ പ്രിയപ്പെട്ട ശൈഖായിരുന്നു. ആ മഹാനുഭാവന് 40-ാമത്തെ വയസ്സെത്തുമ്പോ അല്ലാഹനെ പറ്റിയിട്ട് പാട്ടുപാടലായിരുന്നു. അല്ലാഹനെ പറ്റി പ്രേമവാചനമാകുന്ന പടച്ചവനെ പറ്റിയിട്ട് ഇങ്ങനെ വാദോരാര കവിതകൾ ആലപിക്കുന്നു, പാട്ടിങ്ങനെ പാടി നടക്കുന്നു. ഏത് സമയത്തും ഒരു പ്രേമിക്കുന്ന ഒരാള് പാട്ടുപാടും. ആരെ പറ്റിയാ? താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ പറ്റി ഇങ്ങനെ പാട്ടുപാടി നടക്കുന്നു. ഇവിടെ ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹി പാട്ട് പാടുന്നത് ആരെ പറ്റിയാ? തന്റെ പ്രേമവാദനത്തെ പറ്റിയാണ്, വേറെ ആരുമല്ല. സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പറ്റിയാ. അങ്ങനെ പാട്ട് പാടുമ്പോൾ പാട്ടിന്റെ ആ കവിത ആലപിക്കുമ്പോ അറിയാതെ ബോധം കെട്ട് വീഴുന്നു. പിന്നെ മഹാനവറുകളെ കുലുക്കി വിളിച്ചാലും ഉണരൂല, വെള്ളം കുടഞ്ഞാലും എഴുന്നേക്കൂല. പക്ഷെ എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയോ? പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുകയാ, ഹയ്യ അലസ്സലാ,
നിസ്കരിക്കാൻ നിങ്ങൾ എഴുന്നേക്കു വരൂ. ഹയ്യലൽ ഫലാ, ഇതാണ് വിജയത്തിന്റെ പറുദീസ, ഒന്ന് വരുമോ എന്ന വിളി വരുമ്പോ മഹാനവറുകൾ ചാടി എഴുന്നേക്കുകയാ. എന്നിട്ട് മഹാനവറുകൾ നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞ് വീണ് കവിത ആലപിക്കുകയാ. ഉടൻ തന്നെ ബോധം കെട്ടങ്ങ് വീഴുകയാണ്. പടച്ചവനെ ഓർക്കുമ്പോ, അള്ളാനെ ഓർക്കുമ്പോ ബോധം കെട്ട് നിലത്ത് വീഴുകയാ. പിന്നെ മഹാനവറുകൾ തലപൊക്കൂല, ആരെ പിടിച്ചാലും എഴുന്നേക്കൂല. പിന്നെ മഹാനവറുകൾ എഴുന്നേക്കും അടുത്ത വക്കത്ത് നിസ്കാരത്തില. അങ്ങനെ ജീവിതം തള്ളി നീക്കുമ്പോ ഒരു മുഹറം മാസം 5-ാം തീയതി എത്തി മരണാസന്നനായ ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹി ഇശാ നമസ്കാരത്തിന്റെ സമയത്താണ് സക്കറാത്തിന്റെ ഹാല് വന്നത്. ആ സമയത്ത് മഹാനവറുകൾ പെട്ടെന്ന് ഇശാ നമസ്കരിച്ചു. ഇശാ നമസ്കരിക്കുമ്പോഴേക്ക് മഹാനവറുകൾ തളർന്ന് വീഴുകയാ. നോക്കുമ്പോൾ മരണം നടന്നിട്ടില്ല, മഹാനവറുകൾ മരണപ്പെട്ടിട്ടില്ല, ബോധം കെട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ആരോ വിളിച്ചു, മഹാനവറുകൾ എഴുന്നേക്കുകയാ. മുഖത്ത് വെള്ളം കുടഞ്ഞപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, ഇശാ നമസ്കാരം നിർവഹിച്ചോ, നിങ്ങൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇനി എന്നും എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ, ഇനി എന്നും എനിക്ക് റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടാമതൊന്നുകൂടി ഇശാ നമസ്കരിക്കുകയാ. സലാമിട്ടുമ്പോ ബോധം കെട്ട് വീഴുന്നു. പ്രിയപ്പെട്ടവരെ, കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, നിസ്കാരം നടത്തിയോ? ആളുകൾ പറഞ്ഞു, മുരീദുമാര് പറഞ്ഞു, അതെ നിങ്ങൾ നിസ്കരിച്ചോ? ഇല്ല, എന്നും എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇശാ നമസ്കരിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഇശാ നമസ്കരിച്ചു. അതിനുശേഷം ഈ ലോകത്തോട് മുഹറം മാസം 5-ാം തീയതി പാതിരാത്രിയിൽ മഹാനവറുകളെ ലോകത്തോട് വിട പറഞ്ഞു. ചിന്തിക്കന്റെ സഹോദരാ, ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും അല്ലാഹനെ ഓർക്കാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗമേതാ? അത് 5 നേരത്തെ നമസ്കാരമാണ്. പക്ഷെ നമുക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ പള്ളിയിലെ ബാങ്ക് കൊടുക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് യാത്രയാണ്. ഏത് പള്ളിയിലാണ് നമ്മൾ നമസ്കരിക്കുക? പ്രിയപ്പെട്ടവരെ, പള്ളികളിലെ ബാങ്ക് കേൾക്കുമ്പോ നിസ്കാരം നമ്മൾ മറക്കുന്നു. ബാങ്ക് കേൾക്കുന്ന സമയത്ത് ശൈത്താൻ പോലെ കീഴ്വായി വിട്ടുകൊണ്ട് ഓടി വിളിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താൻ പോലും ഭയപ്പെട്ടുകൊണ്ട് പോകുന്നത് നമസ്കാരത്തിന് വേണ്ടിയുള്ള വിളി മുഴങ്ങുമ്പോഴാണ്. ശൈത്താന് പോലും പേടിയാണ്. കാരണം ഈ നിസ്കാരം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണോ? ഗൗരവമുള്ള വിഷയമല്ലേ? ആ സമയത്ത് പിശാച് പോലും ഭയന്ന് വിഹ്വലനായി ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പിശാച് ഓടി അകലുമെന്ന്. തേവമ്പാറ പള്ളിയുടെ ബാങ്ക് മിനാരത്തിലൂടെ കേൾക്കുമ്പോ ഇവിടുന്ന് ശൈത്താൻ ഒരൊറ്റ ഓട്ടമാണ്. തൊളിക്കോട് എത്തുമ്പോഴെടാ, തൊളിക്കോട് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, അബ്ദുൾ റഷീദ് മൗലവി ഉസ്താദിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു. അങ്ങനെ ഇടത്തോട്ടൊരു ഓട്ടമാണ്. അങ്ങനെ പോകുമ്പോ തൊളിക്കോട് മുസ്ലിം ജമാഅത്തിന്റെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു. ശൈത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബേജാറായി ഓടി എവിടെയാണ് ചെല്ലുക ഒരു പിടുത്തോ ഇല്ല. ഇതെന്തിന്റെ പേരിലാണ് ഈ പള്ളിയിലേക്ക് വിളിക്കുന്നത്? അവിടെ കമ്മിറ്റി കൂടാനല്ല. ആ പള്ളിയിലേക്ക് വിളിക്കുന്നത് അവിടെ കഞ്ഞി വിളമ്പാനല്ല. ആ പള്ളിയിലേക്ക് വിളിക്കുന്നത് കണക്കവതരിപ്പിക്കാനല്ല. പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് ശൈത്താൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായാൽ, നമുക്കതൊരു ലഹരിയായി മാറിയാൽ, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി തങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, കാന ഇദാ ഹസബഹു അംറുൻ, എന്തെങ്കിലും ഒരു വിഷമം നബി തങ്ങൾക്ക് ഉണ്ടായാൽ, ഫസഅ ഇല സ്വലാത്തി, നബി തങ്ങൾ ആ സെക്കൻഡിൽ കൈകെട്ടി നമസ്കരിക്കുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു. ഇന്ന് പ്രതിസന്ധി വന്നപ്പോ പള്ളി പൂട്ടിയിട്ട് വീട്ടിലിരിക്കാൻ പറഞ്ഞു. അന്ന് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ബുദ്ധിമുട്ടും വിഷമങ്ങളും വരുമ്പോഴും പള്ളിയിൽ വരുമായിരുന്നു നിസ്കരിക്കാൻ. ഇന്ന് പ്രശ്നങ്ങളും വിഷമങ്ങളും വന്നപ്പോ നമ്മൾ വീട്ടിലിരിക്കാൻ തുടങ്ങി. എല്ലാം തലതിരിച്ചിട്ടാ അല്ലേ? പള്ളിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ തേവൻപാറയുള്ള ഏത് പ്രശ്നങ്ങളുടെയും പരിഹാരം നടക്കേണ്ടത് പള്ളിയിലാണ്. ഈ തേവൻപാറ നിവാസികളുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഈ പള്ളി. പുറത്തു നടക്കുന്ന ചർച്ചകൾക്ക് പരിഹാരം കാണേണ്ടത് പള്ളിയിലാണ്.
അതുകൊണ്ടാണ് പണ്ടുള്ളവര് പറഞ്ഞ് നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും പറയുമ്പോ അതങ്ങ് പള്ളി ചെന്ന് പറയടാ. എന്താ അതിന്റെ അർത്ഥം? ഏത് വിഷയത്തിനും പരിഹാരം പള്ളിയിൽ നിന്ന് ഉണ്ടാവും. ഇന്ന് പള്ളിക്കകത്ത് കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏതെങ്കിലും പാർട്ടി ഓഫീസിലാണ്. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. പള്ളിയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം വീടുകളിലാണ്. മുമ്പ് വീടുകളിലും നാടുകളിലും കടകളിലും കമ്പോളങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ബിസിനസ് സാമ്രാജ്യങ്ങളിലും നടന്ന ചർച്ചകൾക്ക് പരിഹാരം കാണുന്നത് നാട്ടിലെ പള്ളികളിലായിരുന്നു. എല്ലാം തലതിരിഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിലേക്ക് വ്യാപൃതനാകാൻ കാരണം എന്നെ ഓർക്കുമ്പോ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. ഓർക്കാനുള്ള ദിക്ർ എന്ന് ഖുർആൻ രണ്ടാമതായി പറഞ്ഞത് അഖിമി സ്വലാത്ത ലിദിക്രി, നിസ്കാരമാണ്. അതുകൊണ്ടല്ലേ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു ചരിത്രം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനപ്പാടമുള്ള ചരിത്രമാണ്. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹുവിനെ ചതിയിലൂടെ മക്കത്ത് കൊണ്ടുവന്നു. മദീനയിൽ നിന്ന് 10 പേര് മക്കക്കാര് പുതുവിശ്വാസികളെന്ന വേജേനെ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്നിട്ട് 10 പേരെ ഞങ്ങളോടൊപ്പം വിട്ടുതരണമെന്ന് പറഞ്ഞു. ആസിം തങ്ങളടക്കം ഖുബൈബ് തങ്ങളടക്കം 10 പ്രമുഖരായ അറിവുള്ള പ്രഗത്ഭരായ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ ഖുർആനിനെ കൃത്യമായി പാരായണം ചെയ്യുന്ന നല്ല പാഠവമുള്ള 10 പേരെ വിട്ടുകൊടുത്തു. അതിൽ 9 പേരെയും കൊന്നുകളഞ്ഞു. ആസിം റളിയല്ലാഹു അൻഹുവിനെ കൊന്ന രീതിയും അദ്ദേഹത്തിന്റെ മയ്യത്തിനടുക്കൽ ഒരിക്കലും ശത്രുക്കളെ കടന്നു വരാത്തതും ഒക്കെ ചരിത്രങ്ങൾ കേട്ടാൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുണ്ടോ ത്യാഗമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മുടെ രോമമല്ല എഴുന്നേക്കുക, നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് നമ്മൾ തന്നെ എഴുന്നേക്കും. കാരണം അത്രയും വികാരമാണ് നമുക്ക് അവരെ പറ്റി പറയുമ്പോൾ. ആസിം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറഞ്ഞാൽ തന്നെ നമുക്ക് 1 മണി വരെ പറയേണ്ടി വരും. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെ തൂക്കിക്കൊല്ലും. എവിടെ വെച്ചാ? അന്നും മക്കക്കാർക്ക് പേടിയായിരുന്നു. അന്നും മക്ക കുഫാറുകൾക്ക്, മക്കയിലെ പുരാതന ഫാസിസ്റ്റുകൾക്ക് പേടിയായിരുന്നു. ഏത്? ആ ഹറം ബൗണ്ടറി എന്ന് തന്നെ അവർക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഹറമിന്റെ പരിധിക്ക് അപ്പുറത്ത് കൊണ്ടുവച്ചാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. എവിടെ? തൻഈമിൽ. തൻഈം അറിയോ? മസ്ജിദ് ആയിഷ പള്ളി എന്ന് പറയുന്ന പ്രദേശം. കാരണം ഹറമിന്റെ ബൗണ്ടറിക്ക് വെളിയിലാണ്. അതുകൊണ്ടാണ് രണ്ടാമതൊരു ഉംറ ചെയ്യാൻ ഇഹ്റാം കെട്ടാൻ നമ്മൾ ഔട്ടിലേക്ക് പോവുക. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോ ഖുബൈബ് തങ്ങളോട് ചോദിച്ചു, എന്തെങ്കിലും അഭിലാഷം ഉണ്ടോ എന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, എനിക്കൊരു നല്ല മൂർച്ചയുള്ള കത്തി തരുമെന്ന് ചോദിച്ചു. ശത്രുക്കൾ കരുതി ആത്മഹത്യ ചെയ്യാനായിരിക്കും, സ്വന്തം ചത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊടുത്തു. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു ആ കത്തി വാങ്ങിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കി നിന്നു ശത്രുക്കൾ. ഖുബൈബ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തെന്നറിയോ? നമ്മളോട് ദാടി വെക്കാൻ പറഞ്ഞാൽ നമുക്ക് വൈമനസ്യം, നമ്മളോട് തൊപ്പി വെക്കാൻ പറഞ്ഞാൽ നമുക്ക് വൈക്ലപ്യം. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് മുറുകെ പിടിക്കാനുള്ള വ്യഗ്രത നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു മൂർച്ചയുള്ള കത്തി വേണം. കത്തി കൊടുത്തു. നോക്കി നിന്ന് ശത്രുക്കൾ എന്താ ചെയ്യുന്നതെന്ന്. ഖുബൈബ് റളിയല്ലാഹു അൻഹു കത്തി വാങ്ങിയിട്ട് മീശയും ദാടിയൊക്കെ നന്നായിട്ട് ഒതുക്കി, എന്നിട്ട് നഖമെല്ലാം വെട്ടി ഒതുക്കി, എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കല്ലേ, എന്റെ മുത്തുനബിയുടെ സുന്നത്ത് മുറുകെ പിടിച്ചിട്ട് എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ആ നഖം വെട്ടലെന്ന സുന്നത്ത് പോലും മരണക്കിടക്കയിൽ ജീവിതത്തിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ മുഹിബ്ബും ആശിഖുമായിരുന്ന ഖുബൈബ് ബിൻ അദിയുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഖുബൈബ് എന്ന് ചോദിച്ചു. ഇത്ര ദേഷ്യം വരാൻ കാരണം എന്തെന്നറിയോ? മക്കയിൽ ബദർ യുദ്ധം നടക്കുമ്പോ പലരെയും ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും അന്ത്യാഭിലാഷം ഉണ്ടോ? ഉണ്ട്, എനിക്ക് ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട്, എന്നെ കഅബയിലേക്ക് തിരിച്ചു നിർത്തിയിട്ട് എന്നെ കൊല്ലണം കേട്ടോ. ശരി, അങ്ങനെ ചെയ്തോളാം, വേറൊന്നുമില്ലല്ലോ. കൊണ്ട് ഒന്നുകൂടെ പറയാനുണ്ട്. എന്താ? 2 റക്അത്ത് നിസ്കരിച്ചോട്ടോ, ഇനി എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. നമ്മളാണെങ്കിൽ ആ സമയത്ത് നിസ്കാരം വല്ലതും ഓർമ്മ വരുവോ? ആ സമയത്ത് നമുക്ക് നിസ്കാരം വല്ലതും ഓർമ്മ വരുവോ? ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുത്ത് നിസ്കരിച്ചോളാൻ പറഞ്ഞു. ഖുബൈബ് റളിയല്ലാഹു അൻഹു കൈകെട്ടി.
ആലോചിക്കണം. കൈ എങ്ങോട്ട് കെട്ടിയതിന് ശേഷം പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കി. സലാം വീട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ശത്രുക്കളോട് പറഞ്ഞു, പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് സൂറത്തുൽ ബഖറ ഓതി നിസ്കരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കണമെന്ന പൂതിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിസ്കാരം നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ കരുതും ഞാൻ പേടിച്ചിട്ടാണ് നിസ്കാരം നീട്ടുന്നതെന്ന്. ഇല്ലടാ, എനിക്ക് മരിക്കാൻ പേടിയില്ല, എനിക്ക് മരിക്കാൻ പേടിയില്ല. എന്റെ അന്ത്യാഭിലാഷമായിരുന്നു 2 റക്അത്ത് നമസ്കാരം. അതിന് നിങ്ങൾ അനുവാദം തന്നല്ലോ. പിന്നെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് എനിക്ക് മരിക്കണമെന്നുണ്ടായിരുന്നു, നിങ്ങൾ അനുവാദം തന്നല്ലോ. മരിക്കുന്ന നേരത്തെ മുത്തുനബിയുടെ സുന്നത്ത് മുറുകെ പിടിക്കണമെന്ന കൊതിയുണ്ടായിരുന്നു, നിങ്ങൾ സമ്മതിച്ചല്ലോ. ഇനി എനിക്ക് മരിക്കാൻ സമയമായി, നിങ്ങൾ കൊന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, അല്ലയോ ഹുബൈബേ, നിന്നെ മാറ്റിയിട്ട് പകരം മുഹമ്മദിനെ ഇവിടെ നിർത്തിയാൽ നിന്റെ പ്രതികരണം എന്താകും? എന്താടാ നീ പറയുന്നത്? നീ എന്തായി പറയുന്നത്? എന്റെ ഹബീബിന്റെ കാലിൽ ഈ ഹുബൈബ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു മുള്ളു കൊള്ളാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തൂക്കിക്കൊല്ലടാ എന്ന് പറഞ്ഞ കഴുകുമരത്തിലേക്ക് നടന്നു നീങ്ങുമ്പോഴും തന്റെ കഴുത്തിലേക്ക് തൂക്കുകയറ് വീഴുമ്പോൾ മണവാട്ടിയുടെ കഴുത്തിലെ കല്യാണമാല പോലെ കഴുത്ത് നീട്ടിക്കൊടുത്തിട്ട് പുഞ്ചിരിയോടെ ഖുബൈബ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി. ആലോചിച്ചു നോക്കൂ, മരണക്കിടക്കയിലും 2 റക്അത്ത് നിസ്കരിക്കണമെന്ന കൊതി. കാരണം എന്താ? അറിയാം, അന മഅബ്ദി ഇദാ ഹുവ ദക്കറനി. എന്റെ അബ്ദ് എന്നോടൊപ്പം, എന്നെ ഓർത്താൻ ഞാൻ എന്റെ അബ്ദിനോടൊപ്പമുണ്ട്. ആ ഓർക്കുന്നത് രണ്ടാമത് ഖുർആൻ പരിചയപ്പെടുത്തിയ ഓർക്കൽ, അത് നിസ്കാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഏത് സമയത്തും നമ്മളോടൊപ്പം റബ്ബുണ്ടാവും. ഒരിക്കലും നമ്മളെ പടച്ചവൻ കൈയൊടിയില്ല. എത്ര സംഭവങ്ങളാ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഞാൻ കഥ പറയുകയല്ല, ചരിത്രം പറയുകയല്ല. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ രോഗം വന്നു. എന്ത് രോഗമാണ് വന്നതെന്നറിയോ? രോഗത്തിന്റെ പേര് ആക്കിലത്ത് എന്ന രോഗമാണ്. ആക്കിലത്ത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആക്കിലത്ത് എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുന്നതെന്നാണ്. ക്യാൻസർ എന്ന പേര് തന്നെ വന്നത് ക്രാബ് എന്ന വേടിൽ നിന്നാണ്. കാർന്ന് തിന്നുന്നതെന്നല്ലേ അർത്ഥം? എന്റെ പ്രിയപ്പെട്ടവരെ, ഞണ്ട് എന്നർത്ഥം വരുന്ന ആ വാക്കിൽ നിന്ന് ക്യാൻസർ ഉണ്ടായെങ്കിൽ ആക്കിലത്ത് എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുന്നത്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് ക്യാൻസർ രോഗം പിടിപെട്ട്. എവിടെയാണ്? കാലില് ക്യാൻസർ രോഗം പിടിപെട്ടു. മുഹമ്മദ് എന്ന മകന് കൂടെയുണ്ട്. രാജാവിനെ കാണാൻ വേണ്ടി ഒരു ദീർഘയാത്ര പോയതാണ്. രാജകൊട്ടാരത്തിന്റെ മുമ്പിലെത്തുമ്പോഴാണ് കാലം നടന്ന് ക്യാൻസർ പിടിച്ചിട്ട് നടക്കാൻ കഴിയാതെ വരുമ്പോ ഡോക്ടറിന്റെ നിർദ്ദേശം വന്നു, കാല് മുറിക്കലല്ലാതെ വേറെ വഴിയില്ല. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് തന്നെ ഡോക്ടറോട് പറഞ്ഞു, റബ്ബ് തന്ന അമാനത്താണ്, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അനുവദിക്കൂല. ഇല്ല, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ആ സമയത്ത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചവനെ, എന്റെ ജീവൻ അപകടത്തിലായാൽ എനിക്ക് പിന്നെ നിന്നെ ഓർക്കാൻ പറ്റൂലല്ലോ, നിനക്ക് വേണ്ടി ഇബാദത്ത് എടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് കാല് മുറിക്കാൻ അനുവാദം കൊടുത്തു. അങ്ങനെ കാല് മുറിക്കേണ്ട സമയമെത്തുമ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശമാണ്, ഇവിടെ അനസ്തേഷ്യയില്ല, ഇവിടെ മയക്കം സംവിധാനമില്ലല്ലോ. അതുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത്, ഈ രോഗിക്ക് മദ്യം കൊടുക്കും. മദ്യം യഥേഷ്ടം കൊടുക്കും. മദ്യം അങ്ങോട്ട് കുടിച്ച് മദം വരുമ്പോ ബോധം നഷ്ടപ്പെടും. കണ്ടിട്ടില്ലേ ഈ ഓടയിലൊക്കെ കിടക്കുന്നത്? കണ്ടിട്ടില്ലേ? അവർക്ക് ബോധം വല്ലതും കൊണ്ടോണോ? അവരടിച്ചാലും തൊഴിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല. അവരടിച്ചാലും തൊഴിച്ചാലും ഒരു ബോധം ഉണ്ടാവൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബോധം കെട്ട് ആ ബോധം കെടുന്ന സമയത്ത് കാല് മുറിക്കാനുള്ള അനുവാദം നേരത്തെ തന്നെ വാമൊഴിയാൽ വാങ്ങിയിട്ട് മദ്യം കുടിപ്പിച്ചിട്ട് ബോധം കെടുത്തിയിട്ട് കാല് മുറിക്കുന്ന കാലം. ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞു, എന്റെ കാല് നിങ്ങൾ അങ്ങനൊന്നും മുറിക്കണ്ട, എന്റെ ഹബീബ് ഹറാമാണെന്ന് പറഞ്ഞ ആ മദ്യം ഞാൻ തൊടൂല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, അല്ലാതെ ഒരു നിവൃത്തിയില്ല, നിങ്ങൾ അനുവദിച്ചേ പറ്റുള്ളൂ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് കാല് മുറിക്കണം, അത്രല്ലേ ഉള്ളൂ, അത് ഞാൻ അറിയരുത്, അത്രല്ലേ ഉള്ളൂ. എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിസ്കരിക്കാം, ഞാൻ കൈകെട്ടി നിസ്കരിക്കാം. ഞാൻ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ
നിങ്ങൾ മുറിക്കണം, നിങ്ങൾ കാല് മുറിക്കണം. ഞാൻ സലാം വീട്ടുന്നതിന് മുമ്പ് മുറിച്ചേക്കണം. സലാം വീട്ടിയ പിന്നെ എനിക്ക് ബോധം വരും. അപ്പോ നിങ്ങൾ മുറിച്ചേക്കണമെന്ന് പറഞ്ഞു. മഹാനവറുകൾ കൈകെട്ടി നമസ്കാരത്തിലേക്ക് കൈകെട്ടി നിൽക്കുമ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ചു. മഹാനവറുകൾ അറിഞ്ഞില്ല, വേദനിച്ചില്ല, സങ്കടപ്പെട്ടില്ല. ഇതിന്റെ തഫ്സീറിന്റെയും താരീഖിന്റെയും ഗ്രന്ഥങ്ങളിൽ വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. ഏതെങ്കിലും സിനിമയുടെ തിരക്കഥകളോ ഏതെങ്കിലും നാടകത്തിന്റെ ഇതിവൃത്തമോ ഏതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സോ ഒന്നുമല്ല. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ നിങ്ങൾ കാല് മുറിച്ചോളാൻ പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ കൈകെട്ടുമ്പോ നമ്മൾ ആരെങ്കിലും അടിച്ചാൽ നമ്മൾ അറിയില്ല, നമുക്ക് ടെൻഷനും ഇല്ല, അടി കൊണ്ടതിന് ശേഷമുള്ള വേദന ഉണ്ടാവുള്ളൂ. നമ്മളെ നിസ്കരിക്കാൻ വന്നപ്പോ തേവമ്പാറ പള്ളിയുടെ മുമ്പിൽ 2-3 പേര് വടിയും തടിയുമായി നിൽക്കുന്നു. നമ്മെ അടിക്കാൻ വേണ്ടി നമ്മൾ പറയാണ്, ഞാൻ കൈകെട്ടുമ്പോ അകത്ത് കയറി നിസ്കരിക്കാൻ കൈകെട്ടുമ്പോ നിങ്ങൾ അടിച്ചോളി എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ കൈകെട്ടി നിൽക്കുമ്പോ നമ്മുടെ ചിന്ത എന്തായിരിക്കും? പടച്ചവനെ, റുക്കോയിലാണോ അടി വരുന്നത്? സുജൂദിൽ കിടക്കുമ്പോഴാണോ അടി വരുന്നത്? ഇരുത്തത്തിലാണോ അടി വരുന്നത്? ഈ ഒരു ചിന്തയാണ് പിന്നെ നമുക്ക് ഉണ്ടാവുക. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൈകെട്ടി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ കാല് മുറിച്ചോളി. ആ സമയത്ത് യാതൊരു ടെൻഷനുമില്ലാതെ, യാതൊരു പേടിയുമില്ലാതെ, ഭയമില്ലാതെ, ഭയരഹിതനായി, സങ്കടരഹിതനായ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിച്ചു മാറ്റുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? അനമഅബ്ദി ഇദാ ഹുവ ദക്കറനി, എന്റെ അടിമ എന്നോടൊപ്പമുണ്ട്, എന്റെ അടിമ എന്നെ ഓർത്താൽ ഞാൻ എന്റെ അടിമയോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ അല്ലാഹുവിനെ ഓർത്തപ്പോൾ, നമസ്കാരം എന്ന ദിക്ർ കൊണ്ട് പടച്ചവനിലേക്ക് അടുത്തപ്പോ അല്ലാഹുവിന്റെ സഹായം അവിടെ വന്നു. നിങ്ങൾക്കറിയോ സഹോദരാ, ചരിത്രം വിശാലമാണ്, പറയാൻ നമുക്ക് സമയമില്ല. കാല് മുറിച്ചത് കണ്ടപ്പോൾ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിനക്കാണ് സർവസ്തുതി. 4 അവയവം തന്നിട്ട് നീ ഒന്നല്ലേ തിരിച്ചെടുത്തോളൂ, ബാക്കി 3 എനിക്ക് അവശേഷിപ്പിച്ചല്ലോ അല്ലാഹ്. 4 അവയവം, 2 കൈയും 2 കാലും തന്നിട്ട് നീ എത്രണ്ണം തിരിച്ചെടുത്തു? 1 കാല് മാത്രം, ബാക്കി 3 നീ വെച്ചല്ലോ, അൽഹംദുലില്ലാഹ്. നമ്മൾ പറയുന്നത് എന്താ? ഈ വെച്ചിരിക്കുന്ന 3 അല്ല നോക്കുന്നത്, ഒന്ന് പോയല്ലോ പടച്ചോനെ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 4 തന്നിട്ട് 1 തിരിച്ചെടുത്തോളൂ, 3 നീ എനിക്ക് തന്നില്ലേ, ഇത് ആരുടെ മെടുക്ക? അൽഹംദുലില്ലാഹ്. ഇതൊക്കെ പറഞ്ഞ് യാത്ര ആരംഭിക്കാൻ നേരത്ത് കുതിര വന്ന് തട്ടിയിട്ട് മുഹമ്മദ് എന്ന പൊന്നുമോ മരണപ്പെടുന്നു. മുഹമ്മദ് എന്ന മകൻ മരണപ്പെടുന്നു. ആ ചരിത്രം നമ്മൾ ഗ്രന്ഥങ്ങളിൽ വായിച്ചാൽ കരയാതെ ഒരുത്തനും അത് വായിച്ചു തീർക്കാൻ പറ്റില്ല. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ പൊന്നുമോനെ മുഹമ്മദ് കുതിരയുടെ കൊളമ്പടി കൊണ്ട് മരിച്ചു. മരിച്ച വിവരമറിഞ്ഞപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, പടച്ചവനെ, നീ എനിക്ക് 8 മക്കളെ തന്നു, അതിൽ 7 എനിക്ക് ബാക്കിയാക്കിയിട്ട് 1 നീ തിരിച്ചെടുത്തോളൂ, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള റബ്ബിനോടുള്ള താല്പര്യമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2ാമത് ദിക്ർ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത് നിസ്കാരമാണ്. ഇദാ അന മഅബ്ദി ഇദാ ഹുവ ദക്കറനി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്നെ ഓർക്കുമെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് പ്രതിരോധത്തിന്റെ കവചം, പ്രതിരോധത്തിന്റെ കോട്ട നിർമ്മിക്കാൻ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾ നിസ്കരിക്കേണ്ട സമയം പറഞ്ഞുതരാം. എപ്പോഴെന്നറിയോ? രാത്രി അലാറം വെക്ക്. എല്ലാവരും കിടന്നുറങ്ങുമ്പോ എഴുന്നേൽക്കുക, നന്നായിട്ട് ഒളു ചെയ്യുക, മുസല്ല വിരിക്കുക, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, എന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് കൈകെട്ടി നിസ്കരിക്കുക. നിസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് പറയാനുള്ളതൊക്കെ മനസ്സിൽ ആലോചിച്ചിട്ട് അറബിയിൽ നമ്മൾ റബ്ബിനോട് സംസാരിക്കുക. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് റബ്ബിന്റെ നേരെ കൈകൾ നീട്ടിക്കിട്ട്, പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉറങ്ങുമ്പോ, എന്റെ ഭാര്യ ഉറങ്ങുമ്പോ,
എന്റെ മക്കളും എന്റെ മാതാപിതാക്കളും എന്റെ ഉറ്റവരും ഉടയവരും നാലു ഭാഗത്തു വന്നാസുനിയാം ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ റബ്ബേ ഞാൻ നിന്റെ മുന്നിൽ ഈ മാമരം കോച്ചുന്ന തണുപ്പത്ത് ഒളുവ് ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചത് എന്റെ ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാ റബ്ബേ, നിനക്കത് എളുപ്പമാണ്, നീ എനിക്ക് ചെയ്തു തന്നു എന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. അള്ളാഹു എനിക്ക് ചോദിക്കാൻ നീ മാത്രമേ ഉള്ളൂ തമ്പുരാനെ, നീ അത് സാധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി ദുആ ചെയ്ത് നിസ്കരിച്ച് സലാം വീട്ട് നിങ്ങൾക്ക് അല്ലാഹു തആല നേരം വെളുക്കുമ്പോ ഒരു ഗുഡ് ന്യൂസ് റബ്ബ് തരും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഇനി ആരും ഇങ്ങനെ ചെയ്യൊന്നും വേണ്ട, എങ്കിൽ നടക്കൂല. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അള്ളാഹനെ പരിശോധിക്കാൻ വേണ്ടി നടക്കണ്ട. നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ ഈമാനിനെ ഇഹ്തിസാബ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് നേടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി 2 കാര്യങ്ങളുണ്ട്. ഇനി 2 കാര്യങ്ങൾ കൂടി അവശേഷിക്കുന്നത് 1/2 മണിക്കൂർ മാത്രം. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു കാര്യം പറയാം. നാളെ ബഹുമാനപ്പെട്ട EP അബൂബക്കർ മൗലവി ഉസ്താദ് അവറുകളാണ്. ഇൻഷാ അല്ലാഹ് പ്രഭാഷണം നന്നായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസവും അതിന് മുമ്പത്തെ ദിവസവും നമ്മൾ സഹകരിച്ചതുപോലെ നാളത്തെ ഒരു ദിവസം കൂടി ഇൻഷാ അല്ലാഹ് ഈ സംരംഭവുമായി നമ്മുടെ സഹകരണം ഉണ്ടാകണം. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും സമയം തന്നെ മാറ്റിവെച്ച് നമ്മുടെ മഹല്ലിൽ നടക്കുന്ന പരിപാടിയാണ്, കൃത്യമായി നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാകണം. അത് മുമ്പായി ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരും, ഒരു നല്ല സദഖ ഇൻഷാ അല്ലാഹ് എല്ലാവരും നിക്ഷേപിക്കും. എല്ലാവരും നല്ല നിലയിൽ നല്ല ഇഖ്ലാസോടുകൂടി നല്ല ഒരു സംഭാവന ആ ബക്കറ്റിൽ നിക്ഷേപിക്കുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി. മൂന്നാമതായി അല്ലാഹു പരിചയപ്പെടുത്തിയ ദിക്ർ ഏതാണ്? ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ ദിക്ർ ഈ നമസ്കാരം അല്ലെങ്കിൽ ഈ പറയുന്ന ദിക്റുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു ഗ്രന്ഥമുണ്ടല്ലോ. ആ ഗ്രന്ഥം ശ്രദ്ധിക്കണേ. നമ്മൾ ഒരിക്കലും നമുക്ക് അല്ലാഹു തആല നഷ്ടമായി പോകാതെ റബ്ബിന്റെ ഇടപെടൽ നമുക്ക് ഉണ്ടാകുന്ന മൂന്നാമത്തെ ദിക്ർ അല്ലാഹു പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, അനമാബുദി ഇദാ ഹുവ ദക്കറനി, എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ എന്റെ ദാസനോടൊപ്പമാണ്. ഖുർആൻ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ ദിക്ർ ഏതാണ്? ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹാഫിളൂൻ. അല്ലാഹ് പറയുകയാണ്, ഇന്നാ നഹ്നു നസ്സൽന الذിക്റ, ഖുർആൻ നാമാണ് അവതരിപ്പിച്ചത്. വഇന്നാ ലഹു ലഹാഫിളൂൻ, അതിനെ നാം തന്നെ സൂക്ഷിക്കുന്നതാണ്, ഞാൻ തന്നെ സംരക്ഷിക്കുന്നതാണ്.